ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയപ്പോൾ മുംബൈ ടീമിൽ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇന്ന് മത്സരശേഷവും അതേപോലെ തന്നെ പ്രശ്നം നടന്നു. പാണ്ഡ്യയും രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ആകാശ് അംബാനിയും തമ്മിലായിരുന്നു പ്രശ്നം. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയപ്പോൾ മുംബൈ ടീമിൻ്റെ നാശം തുടങ്ങിയെന്നാണ് ആരാധകർ പറയുന്നത്. പാണ്ഡ്യയ്ക്ക് ആരെയും വിലയില്ല, അവന് തോന്നുന്ന കാര്യങ്ങളാണ് പാണ്ഡ്യ ചെയ്യുന്നത്. രോഹിത് ഒരു സീനിയർ ക്യാപ്റ്റനാണ്, 5 തവണ മുംബൈക്ക് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ. എന്നിട്ടും രോഹിത് പറയുന്നതിന് പുല്ലുവിളിയാണ് പാണ്ഡ്യയ്ക്ക്. പാണ്ഡ്യ ബുംറയ്ക്കും ഇപ്പോൾ ശരിക്ക് ബൗളിംഗ് കൊടുക്കുന്നില്ല. ഇന്ന് 277 റൺസാണ് SRH അടിച്ചുകൂട്ടിയത്. അത് മുംബൈ ഇന്ത്യൻസിന് ശരിക്കും ഒരു നാണക്കേടായി. ഇന്നത്തെ മാച്ച് കഴിഞ്ഞപ്പോൾ ആകാശ് അംബാനി നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടു. ഹാർദിക് പാണ്ഡ്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പാണ്ഡ്യയുമായിട്ടായിരുന്നു ആകാശ് അംബാനി ദേഷ്യപ്പെട്ടത്. രോഹിതുമായി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആകാശ് അംബാനി സംസാരിക്കുന്നുണ്ട്. രോഹിത് ശർമ്മയെ തന്നെ തിരിച്ച് ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 2 മാച്ചും ഇപ്പോൾ അടുപ്പിച്ച് തോറ്റിരിക്കുകയാണ്. ഇനിയെങ്കിലും രോഹിതിനെ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ഇപ്രാവശ്യത്തെ IPL മുംബൈക്ക് പണിയായിരിക്കും. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയും ആകാശ് അംബാനിയും അവിടെ സംസാരിക്കുകയായിരുന്നു. ഈ സമയത്ത് പതിവ് പോലെ തന്നെ പാണ്ഡ്യ വന്നു കയറി. പാണ്ഡ്യ എന്തോ അനാവശ്യമായിട്ട് രോഹിത് ശർമ്മയോട് സംസാരിച്ചു. രോഹിത് ശർമ്മയോട് കയർക്കുന്നത് കണ്ട് ആകാശ് അംബാനി പാണ്ഡ്യയോട് പറഞ്ഞു, സീനിയർ താരങ്ങളോട് ബഹുമാനിക്കണമെന്നും അവർ പറയുന്നത് അനുസരിക്കണമെന്നുമാണ് ആകാശ് അംബാനി പാണ്ഡ്യയ്ക്ക് നിർദ്ദേശം കൊടുത്തത്. എന്നാൽ പാണ്ഡ്യയ്ക്ക് വലിയ മൈൻഡില്ല. രോഹിത് പറയുന്നത് കേൾക്കണമെന്നാണ് ആകാശ് അംബാനി ആവശ്യപ്പെട്ടത്. പാണ്ഡ്യയാണെങ്കിൽ രോഹിത് പറയുന്നത് കേൾക്കാറില്ല. എന്തായാലും വലിയ പ്രശ്നങ്ങളാണ് മുംബൈ ക്യാമ്പിൽ നടക്കുന്നത്. കളി കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലടക്കം വലിയ പ്രശ്നങ്ങൾ നടന്നുവെന്നാണ് റിപ്പോർട്ട്. ഒരുപക്ഷെ പാണ്ഡ്യയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാധകർ ആഗ്രഹിച്ചതുപോലെ തന്നെ രോഹിത് ശർമ്മ ക്യാപ്റ്റനാകും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.